ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ കാളകെട്ട് മഹോത്സവം നടക്കുകയാണ്. 52 കരകളിൽ നിന്നായി നിരവധി കെട്ടുകാളകളാണ് പടനിലത്തേക്ക് എത്തുക. ഓണാട്ടുകരക്കാരുടെ 28ാം ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് കാളകെട്ട് നടക്കുന്നത്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി ചേർന്നത്. ഷമീർ, ഇപ്പോൾ എല്ലാ കാളകളും അവിടെ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിക്കാണുമെന്ന് വിചാരിക്കുന്നു. നേരത്തെ തന്നെ നമ്മൾ കണ്ടിരുന്നു, വളരെയധികം ആളുകൾ ഉണ്ടായിരുന്നു ഇത് കാണാനും ഇതിൽ പങ്കെടുക്കാനുമായി. നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? സ്വാതി, ജനലക്ഷങ്ങളാണ് ഇത്തരത്തിൽ ഈ പടനിലത്തേക്ക് ഓച്ചിറ പടനിലത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഓണം 28ാം ഓണമാണ്, ഓണാട്ടുകരയുടെ ഓച്ചിറക്കാരുടെ ഓണം എന്നറിയപ്പെടുന്നത്. 52 കരകളിൽ നിന്നുള്ള ആളുകൾ അവരുടെ കാളകെട്ടുമായി ഏതാണ്ട് 75 അടി പൊക്കമുള്ള കാളകൾ വരെ ഈ ഉത്സവത്തിനായി ഇവിടെ എത്തിച്ചേരും. ഈ പടനിലത്ത് ഇന്ന് രാവിലെ മുതൽ നമ്മൾ വരുമ്പോൾ മുതൽ 200-ലധികം കാളകൾ എത്തുമെന്ന് പറഞ്ഞ് ഇതിൽ പകുതി പോലും ഈ കാളകൾ നന്ദികേശന്മാർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പോൾ കാലഭൈരവൻ എന്ന് പറഞ്ഞ ഏറ്റവും ഉയരം കൂടിയ, നേരത്തെ വേൾഡ് റെക്കോർഡും ഏഷ്യ വേൾഡ് റെക്കോർഡും നേടിയ കാലഭൈരവൻ എന്ന കാളയാണ് ഇപ്പോൾ ഏറ്റവും ഉയരം കൂടി 75 അടി ഉയരം കാള വരെ ഇപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് കാണാം, ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു ഓണാട്ടുകരയുടെ ഉത്സവം കാണാനായി ഈ പടനിലത്തേക്ക് ഒഴുകിയെത്തുന്നത്. അവർക്ക് കഴിഞ്ഞ തിരുവോണം നാൾ മുതൽ അവർ കാത്തിരിക്കുകയാണ്. അടുത്ത ഓണത്തിനായി അവർ 28ാം ഓണത്തിനായി കാത്തിരിക്കുന്നു. ആ 28ാം ഓണത്തിന് അവർ ഇത്തരത്തിൽ ഈ നന്ദികേശന്മാരെ ഒരുക്കി തുടങ്ങും. അടുത്ത 28ാം ഓണമാകുമ്പോൾ ആ നന്ദികേശന്മാരെ അവർ ഇത്തരത്തിൽ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അത് ഒരു ആചാരമാണ്. നമുക്കറിയാം, ഓച്ചിറ ക്ഷേത്രത്തിൽ അങ്ങനെ പ്രതിഷ്ഠയൊന്നുമില്ല, പ്രത്യേകിച്ച് വിഗ്രഹങ്ങളൊന്നുമില്ലാത്ത ഒരു ക്ഷേത്രമാണ് ഓച്ചിറ. അവിടെ ഒരു സങ്കല്പം മാത്രമാണ് ആ ക്ഷേത്രത്തിലുള്ളത്. ആ സങ്കല്പത്തെ വിശ്വസിച്ചുകൊണ്ട് ജനലക്ഷങ്ങളാണ് 28ാം ഓണത്തിന് ഇവിടേക്ക് എത്തുന്നത്. നമുക്ക് രാവിലെ മുതൽ കാണാമായിരുന്നു നന്ദികേശന്മാരെ രഥത്തിൽ വലിച്ചു കെട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. 25 അടി ഉയരമുള്ള നന്ദികേശന്മാർ, അതുപോലെ തന്നെ 25 ലക്ഷം മുതൽ ഏതാണ്ട് 1/2 കോടി രൂപയിലധികം വരുന്ന നന്ദികേശന്മാരെ ഇവിടെ ഒരുക്കി എത്തിക്കുന്നു. അതൊക്കെ തന്നെ പുലർച്ചയോടുകൂടിയായിരിക്കും ഇവിടെ എത്തുക. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഏതാണ്ട് 50-ലധികം നന്ദികേശന്മാർ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. അതുപോലെ വനിതാ പ്രവർത്തകർ, വനിതാ സ്ത്രീകൾ ഒരുക്കുന്ന നന്ദികേശന്മാർ, അതാണ്ട് 24 നന്ദികേശന്മാരുണ്ട്. സ്ത്രീകൾക്കും അതേ പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നു. ആ നന്ദികേശന്മാരും ഇത്തരത്തിൽ ഈ അമ്പലത്തിലേക്ക് എത്തണം, ഈ ക്ഷേത്രത്തിലേക്ക് എത്തണം. എന്തായാലും ഇപ്പോഴും ജനലക്ഷങ്ങൾ ഈ ക്ഷേത്ര മൈതാനിലേക്ക് ഒരുങ്ങിയെത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും ആ പുരുഷാരവം ഉയർത്തി ആഞ്ഞ് കൈകൊട്ടി അവരുടെ ഉത്സവം, അതായത് ഈ കന്നിമാസത്തിലെ ഉത്സവം, അതും 28ാം ഓണം അവർ അങ്ങനെ ആഘോഷിച്ച് തീർക്കുകയാണ് ക്ഷേത്ര മൈതാനത്ത്. അതിന്റെ കാഴ്ചകളാണ് നമ്മൾ വൈകിട്ട് മുതൽ ഓച്ചിറ ക്ഷേത്രത്തിലാണ് കാളകെട്ട് മഹോത്സവം. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് ഷമീർ നൽകിയത്.